നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂർ നഗരസഭയിലെ UDF വോട്ടുകൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി LDF നഗരസഭാ ഓഫീസിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല ഉപരോധ സമരം രണ്ടാം ദിവസവും തുടർന്നു. സമരത്തിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. മൂന്നാം ക്ലാസ്സിലെ മലയാളം ഉത്തരക്കടലാസിൽ ഒരു കളിയുടെ നിയമാവലിയായി ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നെഴുതി വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ അഹാൻ അനൂപും കുടുംബത്തിനും സ്പീക്കറുടെ ആതിഥ്യം. ബുധനാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന അഹാനും കുടുംബത്തിനും വ്യാഴാഴ്ച സ്പീക്കർക്കൊപ്പം പ്രഭാത ഭക്ഷണം. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നടപ്പാക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2K25 വിതരണ ചടങ്ങ് ഒക്ടോബർ 4 കണ്ണൂരിൽ. രാഷ്ട്രീയ, കലാ, സാഹിത്യ, സിനിമ, വാണിജ്യ, കായിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കല്ലിക്കണ്ടി NAM കോളേജിലെ പ്രഥമ വിദ്യാർത്ഥി 3 പതിറ്റാണ്ടിനിപ്പുറം കോളേജിൽ പ്രിൻസിപ്പലായി ചുമതലയേറ്റു. കോളേജിന്റെ പ്രിൻസിപ്പലായത് കമ്പ്യൂട്ടർ സയൻസ് മേധാവി ഡോക്ടർ AP ഷമീർ. വിശദമായ വാർത്തകളിലേക്ക്. പാനൂർ നഗരസഭയിലെ UDF വോട്ട് കൊള്ളയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി LDF നഗരസഭാ ഓഫീസിനു മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല ഉപരോധ സമരം രണ്ടാം ദിവസവും തുടർന്നു. നിരവധി പ്രവർത്തകർ രണ്ടാം ദിവസത്തെ സമരത്തിൽ അണിചേർന്നു. രണ്ടാം ദിവസത്തെ ഉപരോധ സമരം രാഷ്ട്രീയ ജനതാദൾ നാഷണൽ കൗൺസിൽ അംഗവും LDF കൂത്തുപറമ്പ് മണ്ഡലം കൺവീനറുമായ രവീന്ദ്രൻ കുന്നോത്ത് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞിട്ടില്ല. ഒരു നഗരസഭയാകുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പാനൂർ നഗരസഭയിൽ നമ്മുടെ ദേശത്തടക്കമുള്ള കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാനൂർ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതെങ്കിലും ആ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് ഫണ്ടുകൾ നമ്മുടെ നഗര വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരുപാട് ഫണ്ടുകൾ ലഭിക്കും. അതിന്റെ ഭാഗമായി പാനൂർ വികസന പാതയിലേക്ക്, വികസന കുതിപ്പിലേക്ക് ഉയർന്നു വരുമെന്ന ചിന്തയായിരുന്നു രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായത്. എന്നാൽ 10 വർഷക്കാലമായി പാനൂരിന്റെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം UDFന്റെ നേതൃത്വം മാറി മാറി ലീഗിന്റെയും കോൺഗ്രസിന്റെയും മുനിസിപ്പൽ ചെയർമാൻമാർ മാറി ഈ നഗരത്തിന്റെ ഭരണം നടത്തുന്നു. 10 വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഡിസംബർ മാസത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പാനൂരിന്റെ ജനങ്ങൾക്ക് മുമ്പാകെ 10 വർഷക്കാലമായി ഞങ്ങൾ അവതരിപ്പിച്ച ഈ വികസനത്തിന്റെ ഭാഗമായി വീണ്ടും ഞങ്ങളെ അധികാരത്തിലെത്തിക്കണം എന്ന് പറയാനുള്ളൊരു തന്റേടമില്ലാത്ത UDF നേതൃത്വം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 41 വാർഡുകളിലും ജനാധിപത്യപരമായ രീതിയിൽ പഞ്ചായത്ത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അംഗീകരിച്ച PK രാജൻ അധ്യക്ഷത വഹിച്ചു. P പ്രഭാകരൻ, P ഹരീന്ദ്രൻ, KP യൂസഫ്, KP ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. MTK ബാബു സ്വാഗതം പറഞ്ഞു. മൂന്നാം ക്ലാസ്സിലെ മലയാളം ഉത്തരക്കടലാസിൽ ഒരു കളിയുടെ നിയമാവലിയായി ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നെഴുതി വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ അഹാൻ അനൂപിനും കുടുംബത്തിനും സ്പീക്കറുടെ അതിഥിയായി നിയമസഭയിലേക്ക് ക്ഷണം. ബുധനാഴ്ച വൈകിട്ട് കണ്ണൂരിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തുന്ന അഹാനും കുടുംബത്തിനും വ്യാഴാഴ്ച സ്പീക്കർക്കൊപ്പമാണ് പ്രഭാത ഭക്ഷണം. കഴിഞ്ഞ ദിവസമാണ് ക്ഷണം അറിയിച്ചുകൊണ്ടുള്ള മെയിൽ സന്ദേശം അഹാൻ പഠിക്കുന്ന O ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിൽ ലഭിച്ചത്. 17 വൈകിട്ട് കണ്ണൂരിൽ നിന്നും വിമാനമാർഗം തിരുവനന്തപുരത്തേക്കും തിരിച്ച് 18 വൈകിട്ട് ട്രെയിൻ മാർഗം തലശ്ശേരിയിലേക്കുമാണ് യാത്ര. സ്പീക്കറോടൊപ്പം പ്രഭാത ഭക്ഷണം, നിയമസഭാ മ്യൂസിയം സന്ദർശനം, സ്പീക്കറുമായി കൂടിക്കാഴ്ച, സഭാ TV അഭിമുഖം എന്നിങ്ങനെയാണ് അഹാന്റെ യാത്രാ വിവരങ്ങൾ. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025 വിതരണ ചടങ്ങ് ഒക്ടോബർ 4 കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകിട്ട് 4 മണിക്ക് നടക്കും. ചടങ്ങിൽ രാഷ്ട്രീയ, കല, സാഹിത്യ, സിനിമ, വാണിജ്യ, കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ചാനലാണ് കേരള വിഷൻ. കേരള വിഷൻ ചാനലും സംസ്ഥാന കുടുംബശ്രീ മിഷനും ചേർന്നുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും മികച്ച കുടുംബശ്രീ സംരംഭങ്ങളെ കണ്ടെത്തി
അവാർഡ് നൽകി ആദരിക്കുന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒരു വർഷത്തെ പരിപാടിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 8 ജില്ലകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അവാർഡ് ദാനം നടന്നിട്ടുണ്ട്. 9ാമത് നടക്കാൻ പോകുന്നത് ഈ 27-ന് ആലപ്പുഴ ജില്ലയിലാണ്. അതിനുശേഷം ഒക്ടോബർ 4-ന് കണ്ണൂർ ജില്ലയിലും നടക്കും. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ സംരംഭങ്ങളെ കണ്ടെത്തുകയും ഇതിൻ്റെ എൻട്രി ക്ഷണിക്കുന്നതും എല്ലാം കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ടാണ്. കുടുംബശ്രീ മിഷൻ വഴിയാണ് അതിൻ്റെ എൻട്രി സമർപ്പിക്കുന്നതും ആ വന്നിരിക്കുന്ന എൻട്രികളുടെ അടിസ്ഥാനത്തിലാണ് മികച്ച യൂണിറ്റുകൾ, അതിന് ഉള്ള ജൂറിയുണ്ട്. ആ ജൂറി അത് സന്ദർശിക്കുകയും അതിനുശേഷം അത് വിലയിരുത്തിയിട്ട് 10 കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ്, എന്റർപ്രൈനർ യൂണിറ്റുകൾക്കാണ് അവാർഡ് നൽകുന്നത്. അത് 10 വിവിധ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇപ്പം പല രീതിയിലുള്ള, ഇപ്പോൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുണ്ട്, അതുപോലെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പല മേഖലയിൽ, ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഓരോ അവാർഡും ഈ ഓരോ വിഭാഗത്തിൽപ്പെട്ട യൂണിറ്റുകൾക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പരിപാടിയാണ് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ പ്രോഗ്രാമാണ് ഒക്ടോബർ 4-ന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുക. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുക. പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രഗത്ഭർ ഉൾപ്പെടെയുള്ളവരുടെ വർണ്ണാഭമായ കലാസന്ധിയും നടക്കും. രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിൻ്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത്. ഇതിനായി കേരള വിഷൻ 14 ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു. ഓരോ ജില്ലയിൽ നിന്നും 10 മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനായി പ്രത്യേക ജൂറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 140 മൈക്രോ എന്റർപ്രൈസസുകളെ കണ്ടെത്തിയതിനു ശേഷം മികവ് തെളിയിക്കുന്ന 10 യൂണിറ്റുകൾക്കാണ് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നത്. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിലേക്ക് എൻട്രികൾ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 20 kvnprojects24@gmail.com എന്ന മെയിൽ ID-യിലേക്കും മത്സരാർത്ഥികൾക്ക് എൻട്രികൾ അയക്കാം. 80 86 80 0668 എന്ന വാട്സപ്പ് നമ്പറിലേക്കും എൻട്രികൾ അയക്കാം. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് പുറമെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. ഏതാണ്ട് ഇപ്പോഴുള്ള ധാരണ അനുസരിച്ച് അദ്ദേഹം ഇതിൽ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അവാർഡ് ദാനത്തിൻ്റെ ഒപ്പം തന്നെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുള്ള മികച്ച കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് പിന്നെ കലാപരമായ ട്രെയിനിങ് നടത്തിക്കൊണ്ടുള്ള അവരുടെ പ്രോഗ്രാമും, അതോടൊപ്പം തന്നെ കേരളത്തിലെ സാംസ്കാരിക, അതുപോലെ സിനിമ, സീരിയൽ മേഖലയിലേക്കുള്ള കലാകാരന്മാരൊക്കെ അണിനിരക്കുന്ന പ്രോഗ്രാമും ഈ അവാർഡ് നിശയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഈ 14 ജില്ലകളിലെയും അവാർഡിന് ശേഷം ഈ ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ സംസ്ഥാന തലത്തിൽ ഉള്ള അവാർഡ് കൂടി പിന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഈ 140 യൂണിറ്റുകളിൽ നിന്നുള്ള മികച്ച 10 യൂണിറ്റുകൾക്കാണ് ആ രീതിയിലുള്ള അവാർഡ് നൽകാൻ. വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ഡയറക്ടർ K വിജയകൃഷ്ണൻ, COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P ശശികുമാർ, സംഘാടക സമിതി കൺവീനർ M വിനീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. കല്ലിക്കണ്ടി NIM കോളേജിലെ പ്രഥമ വിദ്യാർത്ഥി 3 പതിറ്റാണ്ടിനുപ്പുറം കോളേജിൽ പ്രിൻസിപ്പളായി ചുമതലയേറ്റു. കമ്പ്യൂട്ടർ സയൻസ് മേധാവിയായ ഡോക്ടർ AP ഷമീറാണ് പ്രിൻസിപ്പൽ ആയി ചുമതലയേറ്റത്. കോളേജിൽ NCC ഓഫീസറായും ഷമീർ പ്രവർത്തിച്ചിട്ടുണ്ട്. 1995 കോളേജ് ആരംഭിച്ചപ്പോൾ പ്രഥമ ബാച്ച് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു ഷമീർ. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. 2002 ജനുവരി 1 അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു.
2005 മുതൽ NSS പ്രോഗ്രാം ഓഫീസറായിരുന്നു. ഈ കാലയളവിൽ 2007 കണ്ണൂർ സർവകലാശാലയിലെ മികച്ച NSS പ്രോഗ്രാം ഓഫീസറായും 2008 സംസ്ഥാന തലത്തിലും മികച്ച പ്രോഗ്രാം ഓഫീസറായും തിരഞ്ഞെടുത്തു. ഈ കാലയളവിൽ 2 തവണ കോളേജിനെ മികച്ച NSS യൂണിറ്റായി തിരഞ്ഞെടുത്തു. 2009 മുതൽ NCC ഓഫീസറായി ചുമതലയേറ്റു. 2013 ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് പരേഡിൽ കണ്ടീജന്റ് കമാൻഡറായി പങ്കെടുത്തു. നിരവധി ദേശീയ ക്യാമ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ ക്യാപ്റ്റൻ റാങ്കാണ് NCCയിൽ. 2010 MPhil ബിരുദവും 2020 PhD ബിരുദവും കരസ്ഥമാക്കി. ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. കല്ലിക്കണ്ടി NIM കോളേജിൻ്റെ പ്രിൻസിപ്പളായി ഞാൻ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയോടുള്ള കടപ്പാട് ഞാൻ അറിയിക്കുന്നു. ഈ കോളേജ് 1995 ആരംഭിച്ചപ്പോൾ ഈ കോളേജിലെ പ്രഥമ ബാച്ചിൽ കമ്പ്യൂട്ടർ സയൻസിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. 2002 ഈ കോളേജിൽ അധ്യാപകനായി ജോലി ആരംഭിച്ചു. ഇപ്പോൾ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം അലങ്കരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കോളേജിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ MEF പ്രസിഡന്റ് അടിയോട്ടിൽ അഹമ്മദ്, ജനറൽ സെക്രട്ടറി PPA ഹമീദ്, സെക്രട്ടറി സമീർ പറമ്പത്ത്, TP മുസ്തഫ, T അബൂബക്കർ, KS മുസ്തഫ, പ്രിയ നായർ, ഓഫീസ് സൂപ്രണ്ട് M ഗഫൂർ, TM നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളെയും അതേപോലെ കോളേജ് സ്റ്റാഫ്, മാനേജ്മെന്റ് എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ കോളേജിന്റെ വികസനത്തിന് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ കാര്യം ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികൾ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന്, മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും ജീവനക്കാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചെമ്പാട് അരിയാക്കോലിൽ നട്ടുവളർത്തിയ ആൽമരം നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും ചേർന്ന് ആൽമരം നട്ടത്. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് അരിയാക്കോൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്തായി ഡ്രൈവർമാരും വ്യാപാരികളും ചേർന്ന് ആൽമരം നട്ടത്. ദിവസവും ഡ്രൈവർമാരും വ്യാപാരികളും ഊഴമിട്ട് പരിപാലിക്കുകയും ചെയ്തിരുന്നു. ഈ ആൽമരമാണ് സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചത്. പരിസ്ഥിതി ദ്രോഹികളായ സാമൂഹ്യ വിരുദ്ധരെ തിരിച്ചറിയണമെന്നും ഒറ്റപ്പെടുത്തണമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ അരിയാക്കോൾ ഡിവിഷൻ പ്രസിഡന്റ് കലേഷ് പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി.
ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പള്ളൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023222803.
9497360333. മറ്റു വാർത്തകളിലേക്ക്. ചരിത്ര പ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസ് 19 മുതൽ 23 വരെ നടത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണവം മഹല്ല് ജമാഅത്ത് അൻവാർ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരെയുള്ള ചരിത്ര പ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസ് 2025 സെപ്റ്റംബർ 19-23 വരെ തീയതികൾ. ചരിത്ര പ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസ് സെപ്റ്റംബർ 19, 20, 21, 22, 23 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ കൊണ്ടാടുകയാണ്. 19 രാവിലെ 9 സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ ഏഴിമല പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് സയ്യിദ് ഷിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. AM കമ്മിറ്റി പ്രസിഡന്റ് AT അലി ഹാജി അധ്യക്ഷനാകും. ഷമീർ മന്നാനി കൊല്ലം മുഖ്യ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2:30 മുതൽ നാഥ് ഷെരീഫൻ ഖവാലി അരങ്ങേറും. ഷുക്കൂർ ഇർഫാനി ചെമ്പരിക്ക അവതരണം നടത്തും. രാത്രി 8 സ്വലാത്ത് വാർഷികം സയ്യിദ് മഷൂർ ആറ്റുകോയത്തങ്ങൾ അലസരി ആയിപ്പുഴയുടെ നേതൃത്വത്തിൽ നടക്കും. 20 മതവിജ്ഞാന സദസ്, മിഷ്കാന്ത് ഖുറാൻ അക്കാദമി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന്, മദ്റസൂൽ പ്രഭാഷണം, രാത്രി 8 മണിക്ക് ഷാദുലി റാത്തീബ് എന്നിവ നടക്കും. 21 രാവിലെ 9 മതവിജ്ഞാന വേദി ഷമീർ മനാനി കൊല്ലം ഉദ്ഘാടനം ചെയ്യും. ഉച്ചക്ക് 3 സാംസ്കാരിക സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. ശിവഗിരി മഠത്തിലെ സ്വാമി പ്രേമാനന്ദ, ഫാദർ നോബിൾ K വർഗീസ് എന്നിവർ സന്ദേശ പ്രഭാഷണം നടത്തും. അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തും. SSLC +2 ഉന്നത വിജയികളെ ചടങ്ങിൽ ആദരിക്കും. അത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിട്ട് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മക്ബറ സിയാറത്തോടുകൂടി ഈ ഉറൂസ് പരിപാടി ആരംഭിക്കുകയാണ്. അവിടുത്തെ വെളുമ്പത്ത് ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ 1962 അവിടുത്തെ ചപ്പ് ചവറുകളും കല്ല് വൃക്ഷലതാദികളും ഒരു ദിവ്യപ്രകാശം ദൃശ്യമാവുകയും അതിന്റെ ശേഷമാണ് അവിടെ ഇത്തരം പരിപാടി നടത്തി വരുന്നത്. അത് റബീഉൽ അവ്വൽ 26-നായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പ്രകാശം ദൃശ്യമായത്. പരിപാടികൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായി പ്രസിഡന്റ് AT അലി ഹാജി, ട്രഷറർ CK യൂസഫ് ഹാജി, ജനറൽ സെക്രട്ടറി SMK അഷ്റഫ്, വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഹാജി കൂടൽ എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ ജോസഫ് മുണ്ടശ്ശേരി സർഗാത്മക സാഹിത്യത്തിനുള്ള അധ്യാപക പുരസ്കാരം നേടിയ ഡോക്ടർ TK അനിൽകുമാറിനെ ആദരിച്ചു. കണ്ണവള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരായനം ഒരുക്കിയത്. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ആദര സമർപ്പണം നടത്തി. രാഷ്ട്രീയക്കാരൻ ഏത് രാഷ്ട്രീയമായാലും ഏത് മതമായാലും ഏത് ജാതിയായാലും നിർഭയമായി വന്നിരിക്കാൻ പറ്റുന്ന, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊതു ഇടമാണ് നമ്മുടെ വായനശാല, ഒരു ഗ്രന്ഥശാല. ഇവന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ആത്മാവതാണ്. ലൈബ്രറിയുടെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാനതാ പറയുക. പുസ്തകങ്ങൾ വേറെ, സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ട്. അതിലുപരി നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഇതുപോലുള്ള ഒരു കൂട്ടായ്മയാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താ ഉള്ളത്? നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സല്ല. ഇങ്ങനെ പല സ്ഥലത്തും നമ്മൾ പോകാറുണ്ട്. അതിൻ്റെ വ്യത്യസ്തമായ ഒരു മനസ്സ്. പാനൂർ നഗരസഭാ കൗൺസിലർ ഷീബ കണ്ണമ്പ്രത്ത് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി G മുകുന്ദൻ, രജീന കനവത്ത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ TK അനിൽകുമാർ മറുപടി പ്രസംഗം നടത്തി. നമ്മളെല്ലാവരുടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒരു 20 വർഷം മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് തായാട്ട് അവാർഡ് കിട്ടിയപ്പോഴേ എന്നെ ആദ്യം ആദരിച്ചത് ഫ്രണ്ട്സ് വായനശാലയായിരുന്നു. 20-21 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് ഓരോ ഘട്ടത്തിലും ചോരപ്പുഴകൾ എന്ന് പറയുന്ന നോവൽ എഴുതിയപ്പോഴേ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയം അതിനുണ്ടായിരുന്നു. ഒരു പക്ഷേ അതിനോട് പല വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഫ്രണ്ട്സ് വായനശാല അന്ന്
എന്നെ സ്നേഹത്തോടെ വാത്സാരിയിലേക്ക് വിളിച്ച് വരുത്തുകയും തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കുമുള്ള ശുചിത്വ സാമഗ്രികൾ വിതരണം ചെയ്തു. പകർച്ചവ്യാധികളിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് 20 സ്കൂളുകൾക്ക് ശുചിത്വ സാമഗ്രികൾ നൽകിയത്. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ശുചിത്വ സാമഗ്രികളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. എങ്കിലും ആദ്യം തന്നെ നിർവഹണം നടത്തുന്ന ഈ പദ്ധതിയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇനിയും ഒരുപാട് ഞങ്ങളുടെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടമാണ്. ഈ അടുത്ത ഭരണസമിതിയിലാണ് നിങ്ങൾക്ക് ഇത്തരം പദ്ധതികൾ ലഭിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിവിന്റെ പരമാവധി സ്കൂളുകൾക്ക് ആദ്യമൊക്കെ പ്രയാസമുണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾ സ്കൂളുകൾക്ക് കഴിവിന്റെ പരമാവധി എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലും എല്ലാവിധ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ ശുചിത്വവാദി ഉപകരണം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊള്ളുമൽ ബാലൻ അധ്യക്ഷത വഹിച്ചു. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സോമിനി പദ്ധതി വിശദീകരിച്ചു. 15 ശുചീകരണ സാമഗ്രികളടങ്ങുന്ന കിറ്റുകൾ പഞ്ചായത്ത് പരിധിയിലെ 20 സ്കൂളുകൾക്ക് വിതരണം ചെയ്തു. സ്ഥിരസമിതി അധ്യക്ഷരായ നസീമ ചാമാളി, കൊയമ്പ്രത്ത് ഇസ്മയിൽ, ഷമീന കുഞ്ഞിപ്പറമ്പത്ത്, പഞ്ചായത്ത് സെക്രട്ടറി വി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളായ നെല്ലൂർ ഇസ്മയിൽ, വി കെ തങ്കമണി, വി സുരേന്ദ്രൻ, ശങ്കരൻ, എ നാണു, ഹാജറ യൂസഫ്, CK സുലൈഖ, മനോജ്, കെ ബിന്ദു, വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ, മറ്റ് അധ്യാപക അനധ്യാപക പ്രതിനിധികൾ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പത്താമത് ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് പാട്യം ആയുർവേദ ഡിസ്പെൻസറിയിൽ ജീവിതശൈലി രോഗപരിശോധനയും നേത്ര രോഗനിർണയവും സംഘടിപ്പിച്ചു. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പാട്യം പഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിലാണ് ജീവിതശൈലി രോഗ പരിശോധനയും നേത്രരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത്. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആയുർവേദ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 23-നാണ്. അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തില് നമ്മള് മെഗാ ക്ലിനിക്കുകൾ നിലവിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാവരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ ആ കാഴ്ചപ്പാടിൽ നിന്നുള്ളത് പ്രായമുള്ള ആളുകൾക്ക് ഉടമ്പ് അതുപോലെ തന്നെ മറ്റുള്ള ശാരീരിക വേദനകൾ ശമനമുണ്ടാക്കുന്നതിനുള്ള ഒരു സ്ഥലം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിൽ നിന്നൊക്കെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ആയുർവേദത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ പുതിയ കുട്ടികളിലേക്ക് ആയുർവേദത്തെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ വർഷവും ഇത്തരത്തില് ആയുർവേദ ദിനം നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ ആയുർവേദ ദിനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ സെന്റർ കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കോമത്ത് അധ്യക്ഷയായി. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സഞ്ജുമോൾ ക്ലാസ് എടുത്തു. നേത്രരോഗത്തെക്കുറിച്ച് ഡോക്ടർ അലോക് ജി ആനന്ദും ക്ലാസ് എടുത്തു. കൊട്ടിയോടി LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള നേത്രരോഗ നിർണയ ക്യാമ്പും ഇതോടൊപ്പം നടന്നു. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായർ, ഡോക്ടർ PC ഷിജിന, ഡോക്ടർ ഖദീജ, വാർഡ് മെമ്പർ പ്രസിദ്ധ ടീച്ചർ, രതി, K ദൃശ്യ, ഫാത്തിമത്തുൽ ഫഹിമ, നന്ദന നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി കക്കോത്ത് പ്രഭാകരന്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യ വിതരണവും നടത്തി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler.
സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. സൗഹൃദം പുതുക്കാം, ഒന്നിച്ചിരിക്കാം എന്ന ആശയവുമായി തലശ്ശേരി നന്മ വെൽഫെയർ സൊസൈറ്റി ഓണം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. തലശ്ശേരി ഇസ്ലാമിക് സെന്ററിലെ സർഗം ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു. ജമാഅത്തെ ഇസ്ലാമി തലശ്ശേരി ഏരിയ കൺവീനർ സഫരിയ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി അഫീദ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. തലശ്ശേരി നന്മ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് KM അഷ്ഫാഖ് അധ്യക്ഷത വഹിച്ചു. സംഗമം ജോയിന്റ് സോണൽ കമ്മിറ്റി പ്രസിഡന്റ് ഫാസിന ബഷീർ സൗഹൃദ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് CP ഷമീദ, സെക്രട്ടറി അബ്ദുൽ റഹീം MP, സംഗമം ജോയിന്റ് സോണൽ കമ്മിറ്റി സെക്രട്ടറി സൗജത്ത് ലത്തീഫ് എന്നിവർ സംസാരിച്ചു. അനീതിക്കെതിരെ മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് അനീതിക്കെതിരെ പ്രതികരിക്കാത്തതും അനീതിയെ വളർത്തുന്നതിലുള്ള ഒരു പങ്കാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കല്ലിക്കണ്ടി NIM കോളേജിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. MEF പ്രസിഡന്റ് അടിയോട്ടിൽ അഹമ്മദ്, ജനറൽ സെക്രട്ടറി PPA ഹമീദ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ക്യാപ്റ്റൻ AP ഷമീർ, MEF ട്രഷറർ R അബ്ദുള്ള മാസ്റ്റർ, സെക്രട്ടറി സമീർ പറമ്പത്ത്, CH മൂസ ഹാജി, T അബൂബക്കർ, TM നാസർ, പട്ടാടം ഇസ്മയിൽ, മുഹമ്മദ് അലി തൂവക്കുന്ന്, AC കുഞ്ഞബ്ദുള്ള, പൂന്തോട്ടത്തിൽ മുഹമ്മദ്, TT അസൈനാർ, മുഹമ്മദ് അസീർ, ഫിദ ജബിൻ, ഡോക്ടർ അഷ്റഫ് E, പൂർവ്വ വിദ്യാർത്ഥികളായ N ഫിർദൌസ്, MK ഗഫൂർ, KM മുഹമ്മദ് അലി, MK സഫീറ തുടങ്ങിയവർ പങ്കെടുത്തു. ചെയർമാൻ മുഹമ്മദ് ദനീഷ് P, സെക്രട്ടറി T യൂനുസ്, മുഹമ്മദ് നഫീസ്, K സഫ്വാൻ, മുഹമ്മദ് നിജാദ് തുടങ്ങിയവർ സംസാരിച്ചു.
കരിയാട് നൂറുൽ ഇസ്ലാം മദ്രസ നബിദിനം ആഘോഷിച്ചു. 3 ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ നടന്നത്. സമാപന സമ്മേളനം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൊതുപരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയ 5 വിദ്യാർത്ഥികൾക്ക് KK മുഹമ്മദ് ഹനീഫ ചെയർമാനായുള്ള വസന്തം ട്രസ്റ്റിന്റെ സ്വർണ്ണ മെഡൽ വിതരണവും നടന്നു. R മൊയ്തു മാസ്റ്റർ അവാർഡ് വിതരണം നടത്തി. തുടർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ M.Tech ബിരുദം നേടിയ TK ഹിലാൽ ബഷീറിനെ നഗരസഭാ ചെയർമാൻ ആദരിച്ചു. 20 വർഷം സേവനം തുടരുന്ന ഹുസൈൻ ഉസ്താദിന് മഹല്ല് പ്രസിഡന്റ് NA കരീം, സെക്രട്ടറി OK ഇബ്രാഹിം എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. OK ഇബ്രാഹിം, നൗഫൽ തയ്യുള്ളതിൽ, TK ഹമീദ് മാസ്റ്റർ, AK അമ്മു, മടത്തിൽ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂർ നഗരസഭയിലെ UDF വോട്ട് കള്ളക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി LDF നഗരസഭാ ഓഫീസിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല ഉപരോധ സമരം 2ാം ദിവസവും തുടർന്നു. സമരത്തിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. മൂന്നാം ക്ലാസ്സിലെ മലയാളം ഉത്തരക്കടലാസിൽ ഒരു കളിയുടെ നിയമാവലിയായി ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നെഴുതി വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ അഹാൻ അനൂപും കുടുംബത്തിനും സ്പീക്കറുടെ ആതിഥ്യം. ബുധനാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന അഹാനും കുടുംബത്തിനും വ്യാഴാഴ്ച സ്പീക്കർക്കൊപ്പം പ്രഭാത ഭക്ഷണം. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നടപ്പാക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2K25 വിതരണ ചടങ്ങ് ഒക്ടോബർ 4-ന് കണ്ണൂരിൽ. രാഷ്ട്രീയ, കലാ, സാഹിത്യ, സിനിമ, വാണിജ്യ, കായിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കല്ലിക്കണ്ടി NAM കോളേജിലെ പ്രഥമ വിദ്യാർത്ഥി 3 പതിറ്റാണ്ടിനിപ്പുറം കോളേജിൽ പ്രിൻസിപ്പലായി ചുമതലയേറ്റു. കോളേജിന്റെ പ്രിൻസിപ്പലായത് കമ്പ്യൂട്ടർ സയൻസ് മേധാവി ഡോക്ടർ AP ഷമീർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.